മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെയാണ് നമ്മൾ ആ ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്ത കേട്ടുണർന്നത്. വയനാട് ഉരുൾപൊട്ടലുണ്ടായി. മുണ്ടക്കൈ, ചൂരന്മല തുടങ്ങിയ 2 പ്രദേശങ്ങൾ പൂർണ്ണമായിട്ട് ഒലിച്ചുപോയി. നിരവധി ആൾക്കാർ മരിക്കുകയും ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു വാർത്ത കേട്ട് വിറങ്ങലിച്ച് നടുങ്ങി നിൽക്കുകയായിരുന്നു കേരള ജനത മുഴുവൻ. നിരവധി ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിനായിട്ട് എത്തുന്നുണ്ടായത്. നിരവധി പ്രമുഖർ ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ രക്ഷാദൌത്യത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായത്. ഇപ്പോൾ തന്നെ നമ്മുടെ നടൻ ദുൽഖർ സൽമാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ ഒരു ദുരന്ത മുഖത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഐക്യദാർഢ്യത്തിന്റെയും ധീരതയുടെയും അർപ്പണബോധത്തിന്റെയും എത്ര അവിശ്വസനീയമായ പ്രകടനമാണ് വയനാട്ടിൽ നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുന്നു. ദൈവം നിങ്ങളുടെ വേദന കുറയ്ക്കട്ടെ. കൂടാതെ സൈനിക ഉദ്യോഗസ്ഥർക്കും പ്രാദേശിക നായകന്മാർക്കും അനന്തരഫലങ്ങളിൽ സഹായിക്കാൻ കൈനീട്ടുന്ന എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയും പരസ്പരം സഹായിക്കുകയും ചെയ്യുന്നു. വയനാട്ടിലും കാലവർഷക്കെടുതിയും നാശം വിതച്ച ഓരോ പ്രദേശത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ എന്നാണ് ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ അദ്ദേഹം, അതായത് സർക്കാരിൻ്റെതായിട്ട് പുറത്തു വരുന്ന എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും അദ്ദേഹം അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് വഴി അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വയനാട് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 150-ന് മുകളിൽ ആൾക്കാർ മരണപ്പെട്ടപ്പോൾ മരണസംഖ്യ ഇനിയും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും ഓരോ മരണസംഖ്യ എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ കണക്കാക്കപ്പെടുന്നത്. ഇനിയും നിരവധി ആൾക്കാരെ കണ്ടെത്താനുണ്ട്. ദൗത്യസേന വലിയ രീതിയിൽ തന്നെ രക്ഷാദൗത്യങ്ങൾ എല്ലാം തന്നെ നിർവഹിക്കുന്നുണ്ട്. എന്നാൽ ശക്തമായിട്ടുള്ള മഴ തിരിച്ചടിയായിട്ട് മാറുന്നുണ്ട്. എന്തൊക്കെയാണ് വരും മണിക്കൂറിനായിട്ട് നമുക്ക് എല്ലാവരും തന്നെ കണ്ടെത്താനും സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു.